ഹലോ എവരി വൺ. നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയിലെ പുതിയൊരു അനാലിസിസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നത് മാർക്കറ്റ്? ഇന്ന് നിഫ്റ്റിയിൽ നമുക്കൊരു അത്യാവശ്യം ഒരു ബുള്ളിഷ് മൂവ്മെന്റ് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലേ. പക്ഷെ ബാങ്ക് നിഫ്റ്റിയിൽ അത്ര വലിയൊരു പോയിന്റ് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ കഴിഞ്ഞില്ല. ഒരു റേഞ്ച് ബൗണ്ട് വോളറ്റൈൽ മാർക്കറ്റ് പോലെയായിരുന്നു ബാങ്ക് നിഫ്റ്റി ഉള്ളത്. പക്ഷെ എന്നാലും രണ്ടും നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി ഒരു പോസിറ്റീവ് ക്ലോസിംഗ് ആണ് ഞങ്ങൾക്ക് കിട്ടിയുള്ളത്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ലാസ്റ്റ് വീക്ക് ഒക്കെ നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി ഒരു ബെയറിഷ്നെസ് ആയിരുന്നല്ലേ. മാർക്കറ്റ് കംപ്ലീറ്റ്ലി ഒരു ബെയറിഷ്നെസ് ആയിരുന്നു. ഇപ്പൊ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഒരു ബുള്ളിഷ്നെസ് ആണ് കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഇതൊരു ട്രെൻഡ് റിവേഴ്സൽ ആണോ അല്ലെങ്കിൽ ഇവിടുന്ന് വീണ്ടും ബെയറിഷ്നെസ് കാണിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മൾ നാളെ കണ്ടറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയിലെ നാളെ ഏതൊക്കെയാണ് ലെവൽസ് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഒരു നിഫ്റ്റിയുടെ 50 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലാണ്. നാളെ ഇപ്പോൾ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്നിട്ട് ഈ ഒരു ബുള്ളിഷ് മൂവ്മെന്റ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ഇന്നത്തെ ഡേ ഹൈ അതായത് 22,260 270 എന്ന ലെവലിലൊക്കെ മുകളിൽ പ്രോപ്പറായി സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് വരുന്നത് ഓൾമോസ്റ്റ് 22,330 എന്ന ലെവലൊക്കെ ആയിരിക്കും. ഓക്കെ, ആ ഒരു മൊമെന്റം നമുക്ക് കണ്ടിന്യൂ കിട്ടുകയാണെങ്കിൽ എനിക്ക് 22,330 ആയിരിക്കും എൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് സെലക്ട് ചെയ്തത്. അതേപോലെ തന്നെ ആ ഒരു മൊമെന്റം വീണ്ടും കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ ഞാൻ 22,400 എന്ന ലെവലൊക്കെ ആയിരിക്കും എൻ്റെ സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് ഞാൻ സെലക്ട് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നാളെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് വന്നിട്ട് താഴോട്ടേക്കാണ് ഒരു മൂവ്മെന്റ് തരുന്നത്. അതായത് ഒരു ഓൾമോസ്റ്റ് ഒരു 22,160 അതേപോലെ തന്നെ 22,130 ഈ ഒരു റേഞ്ചിന് ഇടയിലൊക്കെ വന്നിട്ട് ഇവിടുന്ന് ഒരു റിവേഴ്സൽ ക്യാൻഡിൽ അതായത് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ പോലെ ഫോം ആയി വരികയാണെങ്കിൽ ഞങ്ങൾക്ക് ഇവിടുന്ന് എന്ത് ചെയ്യാം, ഒരു റിവേഴ്സൽ പ്ലാൻ ചെയ്യാം. നമുക്കൊരു അപ്പർ സൈഡിലേക്ക് നമുക്കൊരു ട്രേഡ് പ്ലാൻ ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ കാരണം അതിൽ ഞങ്ങൾ ഫസ്റ്റ് ടാർഗറ്റ് വരെ ഇന്നത്തെ ഡേ ഹൈ ആയിരിക്കും. അതേപോലെ ഞങ്ങൾ സെക്കൻഡ് ടാർഗറ്റ് വരെ ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓൾമോസ്റ്റ് 22,330 എന്ന ലെവലൊക്കെ ആയിരിക്കും ഞങ്ങൾക്ക് സെക്കൻഡ് ടാർഗറ്റ് വരുന്നത്. ഓക്കെ, ഇനി അതല്ല ഫ്ലാറ്റ് ഓപ്പണിങ്ങോ അല്ലെങ്കിൽ ഒരു സ്ലൈറ്റ് ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഞങ്ങൾക്ക് ഇവിടെ മുകളിൽ സസ്റ്റെയിൻ ആയില്ല ഈ ഒരു ലെവലിൽ നിന്നൊക്കെ ഇവിടുന്ന് ഒരു റീടെസ്റ്റ് ഒന്നും വരാതെ ഇവിടെ നേരെ താഴോട്ടേക്കാണ് വരുന്നതെങ്കിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ഈ ഒരു ലെവൽ ബ്രേക്ക് ഡൗണിന് ശേഷം അതായത് 22,250 എന്ന ലെവലിലൊക്കെ ബ്രേക്ക് ഡൗണിന് ശേഷം ഞങ്ങൾക്ക് ഇവിടെ ഈ ഒരു ലെവൽ വരെ അത് ഞങ്ങൾ നേരത്തെ പറഞ്ഞ 22,160 എന്ന ലെവൽ വരെയൊക്കെ നമുക്ക് ടാർഗറ്റ് ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ കഴിയുന്നതാണ്. ഇനിയിപ്പോ നാളെ മാർക്കറ്റ് വീണ്ടും ബെയറിഷ് ആണ്, അതായത് ഒന്നെങ്കിലും ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്നിട്ട് താഴോട്ടേക്കോ അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് ഡൗൺ എന്ന സിറ്റുവേഷൻ ഒക്കെ കാണുകയാണെങ്കിൽ എന്തായാലും ഡൗൺ സൈഡിലേക്ക് നമ്മൾ എന്തായാലും ഒരു 22,100 താഴെയൊക്കെ മാത്രമേ നമ്മുടെ മാർക്കറ്റ് വീണ്ടും ബെയറിഷ് ആയെന്ന് പറയാൻ കഴിയുള്ളൂ. അതെല്ലാന്നാണെങ്കിൽ വീണ്ടും ഓരോ ഡിപ്പ് തന്നിട്ട് തിരിച്ചു കയറാനുള്ള ചാൻസും ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒരു നാളെ ഒരു ബെയറിഷ്നെസ് ഒരു ട്രേഡ് ഒരു പി സൈഡിലൊക്കെ നമ്മൾ ട്രേഡ് എടുക്കുന്നെങ്കിൽ എന്തായാലും ഈ ഒരു 22,100 താഴെയൊക്കെ മാത്രമേ നമ്മൾ പ്ലാൻ ചെയ്യാൻ കഴിയുന്നുള്ളൂ. ഓക്കെ, സോ നിഫ്റ്റിയിലെ നാളത്തേക്കുള്ള പോസിബിൾ വ്യൂസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഉണ്ടെന്ന് വിശ്വസിക്കുകയാണ്. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷൻസോ വേണം നിങ്ങൾ തീർച്ചയായും താഴെ കമന്റിൽ അറിയിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലെ പോസിബിൾ വ്യൂസ് കാര്യങ്ങൾ നോക്കി നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ബാങ്ക് നിഫ്റ്റി നമ്മൾ പറഞ്ഞ പോലത്തെ അത്ര വലിയൊരു മൂവ്മെന്റ് ഒന്നും ഇവിടെ തന്നിട്ടില്ലായിരുന്നു. അത്യാവശ്യം ഒരു ചോപ്പി പോലെയായിരുന്നു ഇവിടെ മാർക്കറ്റ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ ഓൾറെഡി എന്താണ് ഒരു റെസിസ്റ്റൻസിന് അടുത്ത് വന്ന് നിൽക്കുകയാണല്ലേ. അപ്പൊ നാളെ ഇനി മാർക്കറ്റ് ഈ ഒരു ലെവൽ അതായത് ഇന്നത്തെ ഒരു ഹൈ ലെവൽ ബ്രേക്ക് ചെയ്ത് പ്രോപ്പർലി സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അതായത് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ഒക്കെ തന്നിട്ട് മുകളിലേക്ക് ഒരു പ്രോപ്പർലി ഒന്ന് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് അവിടെ ഒരു ബൈങ് സൈഡിലേക്ക് നമുക്ക് പ്ലാൻ ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പൊ അതിന്റെ എന്റെ ഫസ്റ്റ് ടാർഗറ്റ് വരുന്നത് ഓൾമോസ്റ്റ് 48,130 എന്ന ലെവലൊക്കെ ആയിരിക്കും. ഓക്കെ, ഇനി അഥവാ മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല, ഒരു ബുള്ളിഷ് മൂവ്മെന്റ് കാണിച്ചിട്ട് ഇവിടെ റീടെസ്റ്റ് ഒന്നും വരാതെ നേരെ താഴോട്ടേക്കാൻ വരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഫോം ആയി വരുന്നത് കാണാൻ കഴിയും. അപ്പൊ ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് അത്യാവശ്യം നല്ലൊരു ഫോൾ ഇവിടെ കാണാൻ സാധിച്ചേക്കാം. ഓക്കെ, അപ്പൊ ഇനി ഇൻ കേസ് ഒരു ഗ്യാപ്പ് അപ്പ് ആണ് ഞങ്ങൾക്ക് നാളെ കാണാൻ കഴിയുന്നതെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ നിങ്ങളൊന്ന് അവിടെ പുൾ ബാക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അതായത് ഇന്നത്തെ ഒരു ക്ലോസിംഗ് റേഞ്ച് ഈ ഒരു റേഞ്ചിലൊക്കെ ഒന്ന് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഞങ്ങൾക്ക് ഇവിടെ ഒരു സപ്പോർട്ട് റേഞ്ചിലൊക്കെ വന്നിട്ട് ഇവിടുന്ന് ഒരു റിവേഴ്സൽ സിഗ്നൽ കിട്ടുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു ബൈങ് സൈഡിലേക്ക് നമുക്ക് പ്ലാൻ ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ടാർഗറ്റ് വരുന്നത് 48,130 എന്ന ലെവലൊക്കെ ആയിരിക്കും. അപ്പർ സൈഡിലേക്കാണ് മൂവ് ചെയ്യുമെങ്കിൽ എന്റെ ഫസ്റ്റ് ടാർഗറ്റ് 48,130 എന്ന ലെവലും അതേപോലെ തന്നെ സെക്കൻഡ് ടാർഗറ്റ് ഞാൻ ചൂസ് ചെയ്യുന്നത് 48,300 എന്ന ലെവലൊക്കെ ആയിരിക്കും. ഓക്കെ, അതേപോലെ ഞങ്ങൾ നാളെ ഇൻ കേസ് അഥവാ ഒരു ഡൗൺ സൈഡിലേക്ക് ഒരു മൂവ്മെന്റ് തിരിഞ്ഞ് ഞങ്ങൾ എന്തായാലും ഈ ഒരു ലെവൽ അതായത് 47,390 എന്ന ലെവൽ താഴെ മാത്രമേ നമ്മൾ ഡൗൺ സൈഡിലേക്ക് പ്ലാൻ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ബാങ്ക് നിഫ്റ്റി ആൻഡ് നിഫ്റ്റി നിങ്ങൾക്ക് ഇതിലെ വ്യൂസ് കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് ഉണ്ടെന്ന് വിശ്വസിക്കുകയാണ്. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷൻസോ വേണം തീർച്ചയായും താഴെ കമന്റിൽ അറിയിക്കുക. അപ്പം അടുത്ത വീഡിയോ കാണാം.